ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പശയുള്ള ഒരു ഭാഗമുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 3 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നമ്മളൊരു റൗണ്ട് നെക്ക് വന്നിട്ട് താഴെ ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പ് പോലത്തെ നെക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കണം. ഞാനിപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 എടുത്തിരിക്കുന്നത്. അത് ഈ സൈഡിലേക്കും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഞാനിവിടെ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഹോൾ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ ഒരു റൗണ്ടിൽ വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ റൗണ്ട് തന്നെ വേണമെന്നില്ല, സ്ക്വയർ ആയാലും കുഴപ്പമില്ല. ഇനി വി പോലെ വേണമെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരച്ചെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു സ്ക്വയർ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടത്. അവിടെ ഞാനൊരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് ഒരു റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് തുണിയിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ടൊരു പീസ് അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ഞാൻ മുകളിൽ വരയ്ക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് തുണിയിലേക്ക് വെച്ചിട്ട് ഡയറക്റ്റ് അയൺ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അളവുകളൊന്നും മാർക്ക് ചെയ്തിട്ട് വേണ്ട വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുകളിലും ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ഇനി അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേക്കണതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മളൊരു 1 ഇഞ്ച് അളന്നെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഉള്ളിലുള്ള ഭാഗവും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ ആ ഒരു ബോർഡർ പോലെ മുകളിൽ നിർത്തിയതിന് ശേഷം ബാക്കി ഉള്ളിലുള്ള ഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ പുറത്തെ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ക് ഡിസൈന് ഇതുപോലെയാണ് ലഭിക്കുന്നത്. കണ്ടോ, നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കുർത്തിക്ക്, കസ്റ്റമറുടെ ഒരു കുർത്തിയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു പശയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ, അതായത് ആ മുകളിലത്തെ ആ ഒരു സ്ട്രെയിറ്റായിട്ട് വരച്ചേക്കണതില്ല എന്നുണ്ടെങ്കിൽ, വെട്ടിയേക്കണതില്ലെങ്കിൽ നമുക്കത് കറക്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വെച്ചതിന് ശേഷം അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ തുണിയിലേക്ക് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. മുകൾ ഭാഗത്തും കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഞാൻ ആ ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് വരച്ച് എടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ലൈനിൽ സെൻറ്ററിൽ തന്നെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നല്ല നെക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ തയ്യൽ തുമ്പ് നമ്മൾ 1/2 ഇഞ്ച് വിട്ടേക്കണ തയ്യൽ തുമ്പുണ്ടല്ലോ, അതൊന്ന് ഉള്ളിലേക്ക് മടക്കി ആ ക്യാൻവാസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ കോർണറൊക്കെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് കൊള്ളരുത്. ക്യാൻവാസ് എൻ്റെ ഒരു പോയിൻ്റ് അപ്പുറം നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യൽ നിർത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 1/4 ഇഞ്ച് കൊടുത്താലും മതി. അതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു കർവ് വരുന്ന ഭാഗമൊക്കെ വളഞ്ഞ് വരാനായിട്ടാണ് നമ്മൾ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ കുർത്തി വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് കുർത്തിയുടെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും ആ സെൻറ്ററുകൾ തമ്മിൽ ഒരുപോലെ വെച്ചതിന് ശേഷം
ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, തെന്നി മാറി പോവാതിരിക്കും. അപ്പോൾ കറക്റ്റ് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് ഒന്ന് സെക്യൂർ ആക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലേക്കുള്ള ലെങ്ത്തൊക്കെ ഒന്ന് അളന്ന് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻറ്ററിലൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു നെക്ക് അവിടെ നിന്ന് മാറില്ല, അവിടെ തന്നെ ഇരുന്നോളും. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കാണിയിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ടിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. ഒരു സൈഡ് ഞാനിപ്പോൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ച് ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. പിന്നെ ആ താഴ്ഭാഗത്തുള്ള ആ റൗണ്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരുപാട് തയ്യൽ തുമ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് മറിഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് നല്ല അതിൻ്റെ കോർണർ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് ആ റൗണ്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ താഴെ, അതൊക്കെ നല്ല കറക്റ്റാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ക്യാൻവാസ് ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.